സാന്ത്വനം രണ്ടാം ഭാഗം ആര്യനെ വെട്ടിക്കീറാൻ ഗുണ്ടകൾ വലിഞ്ഞു കയറിയല്ല, എന്താ പറയാ, അവരുടെ വീട്ടിലിങ്ങനെ കയറി വെതറുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് പ്രേക്ഷകരെ ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇത്രയും ആര്യൻ ഇങ്ങനെ പേടിച്ചിരിക്കുക. ആ ഒരു ഗുണ്ടകളാണെന്ന് നമ്മുടെ ആര്യന് മനസ്സിലായി. ആര്യനാണെങ്കിൽ ഒരു പിച്ചാത്തി കത്തിയൊക്കെ നമ്മുടെ അരയിൽ വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ബുള്ളറ്റിൽ അന്ന് നമ്മുടെ പച്ചക്കറിയൊക്കെ വലിച്ചെറിഞ്ഞ ഒരു രണ്ടുപേരുണ്ടല്ലോ, അവര് നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കയറി വരുന്നുണ്ട്. വീട്ടിൽ മുട്ടുമ്പോ തന്നെ നമ്മുടെ ആര്യം പോയി ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രയൊക്കെ ചെയ്യുന്നുണ്ട്. അവര് വീട്ടിനുള്ളിൽ കയറ്റണമല്ലോ, എന്നാണല്ലോ ഒരു ഇടി നടക്കുള്ളൂ. അപ്പൊ വീട്ടിലൊക്കെ കയറി. അപ്പൊ അവര് വേഗം തന്നെ വാക്കത്തിയൊക്കെ അവരുടെ കയ്യിലുള്ള ഒരു വലിയ കോട്ട കത്തിയൊക്കെ എടുത്ത് വീശുന്നുണ്ട് നമ്മുടെ ആര്യനെ. അപ്പൊ നമ്മുടെ മിത്രോട് പറയുന്നുണ്ട്, മോൾ ഇച്ചിരി വെള്ളം കൊണ്ടുപോകാൻ, ഞങ്ങൾ ഇവിടെ കമ്പനി കൂടാൻ വന്നതാന്നൊക്കെ പറഞ്ഞ് അവരവിടെ ഗുണ്ടകൾ കയറി ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ആര്യൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കേ, ഞാനും എന്റെ ഭാര്യയും താമസിക്കുന്ന ഇവിടെ കയറി ശല്യം ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ഗുണ്ടയുണ്ടല്ലോ, നമ്മുടെ മിത്രയുടെ തലയിൽ ഇങ്ങനെ പിടിച്ചിട്ട് മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചിങ്ങനെ ആ ഒരു ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ തലയടിക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ആര്യൻ നമ്മുടെ മോഹൻലാൽ മറ്റേ എന്റെ പിള്ളേരെ തൊടുന്നോള ആ ഒരു സീനില്ലേ നമ്മുടെ ലൂസിഫർ, അതിൽ കറക്റ്റ് അതേപോലെ തന്നെ നമ്മുടെ ആര്യൻ അയാൾ ചവിട്ടിയിട്ടിട്ട് എന്റെ ഭാര്യനെ തൊടുന്നോളാ എന്നൊക്കെ പറഞ്ഞ് ചവിട്ടിയിടുന്ന ഒരു രംഗമാട്ടോ. കറക്റ്റ് ആ ഒരു ലാലേട്ടന്റെ ആ ഒരു ലൂസിഫർ ക്യാരക്ടർ തന്നെയാട്ടോ നമുക്ക് മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ അടിച്ച് ഒതുക്കി ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ചെറിയൊരു പിച്ചാത്തി കത്തിയും കൊണ്ടാണ് നമ്മൾ ആര്യൻ ഇത്രയും വലിയ വാക്കത്തി എടുത്ത് നിൽക്കുന്ന ഒരു ഗുണ്ടകളെ ഒതുക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. അങ്ങനെ ആര്യനെ അടിച്ചൊക്കെ ഇടുന്നുണ്ട്. ലാസ്റ്റ് ആര്യനെ പിടിവിട്ട് പോയി ഒരു ഗുണ്ട ഇങ്ങനെ ആര്യനെ കുത്താൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ തന്നെ വേറെ കുറച്ച് ഗുണ്ടകൾ വന്നിട്ട് നമ്മുടെ ആര്യനെ രക്ഷിക്കുന്ന ഒരു രംഗാട്ടോ കാണുവാൻ സാധിക്കുന്നത്. എന്നിട്ട് ആ രക്ഷിച്ച ഗുണ്ടകൾ ആര്യന്റെ അടുത്ത് പറയും, നിങ്ങൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാൻ എന്നോട് ഒരാൾ ഏൽപ്പിച്ചതാണ്, ആ ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വന്നത്, ഇനി നിങ്ങളുടെ മേത്ത് ഒരു മണൽത്തരി പോലും വീടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ എന്താ പറയാ സേഫ് ആക്കി വെച്ചിട്ട് പോകുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ആരായിരിക്കും, നമ്മുടെ ബാലനായിരിക്കുമോ അല്ലെങ്കിൽ മിത്രയുടെ അച്ഛനായിരിക്കുമോ ആ ഒരു എന്താ പറയാ ഇവരെ രക്ഷിക്കാൻ ആ ഗുണ്ടകളെ പറഞ്ഞു വിട്ടത്? ആരായിരിക്കും കേട്ടോ. മിക്കവാറും മിത്രയുടെ അച്ഛനും ആകാൻ സാധ്യതയുണ്ട്, നമ്മുടെ ബാലനാകാനും സാധ്യതയുണ്ട്. രണ്ടു കൂട്ടരും ആകാൻ സാധ്യതയുണ്ട്. നമ്മുടെ മിത്രയുടെ അച്ഛനും ഇപ്പോൾ മിത്ര നല്ല രീതിയിൽ പോകണം, അവർക്ക് ഒരു അപകടവും വരരുതെന്നൊക്കെ വിചാരിക്കുന്ന ഒരു കൂട്ടത്തിലാണിപ്പോൾ. അപ്പൊ ഇനി എന്തായാലും നോക്കി കാണാം കേട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.